വളരെ വ്യക്തിപരമായ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. ഞാൻ എന്നെ ഒരു സംശയവുമില്ല. ഈ രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃഷിക്കാരൊക്കെയാണ് ഈ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് കാളപൂട്ടിയ രംഗത്ത് നിന്നും ഈ രംഗത്തേക്ക് വന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബിജു മാത്യൂസ് ഇപ്പോൾ ഈ കോൺഗ്രസ് കൗൺസിലർമാർ ക്ഷമിക്കണം UDF ജില്ലാ നേതൃത്വം അതല്ലെങ്കിൽ UDF സംസ്ഥാന നേതൃത്വം പറയുകയാണെങ്കിൽ ഞങ്ങൾ രാജിവെക്കാം. ഇതാണ് ഈ പുളിക്കക്കണ്ടം കൗൺസിലർമാർക്കുള്ളത്. അതാണ് ശ്രീ ബിനു പുളിക്കക്കണ്ടം ഇവിടെ പറഞ്ഞത്. നിങ്ങളാകട്ടെ ഏതാണ്ട് 5 കൗൺസിലർമാരും പിന്നെ UDS വിമതരുമൊക്കെ ചേർന്ന് ഈ നഗരസഭാ ചെയർപേഴ്സണുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കാണിച്ച് നേതൃത്വത്തെ സമീപിച്ച് നിങ്ങളുടെ ഒപ്പിട്ട കത്ത് നൽകിയതുമാണ്. പക്ഷെ അപ്പോഴും UDF ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ബിനു അല്പം മുമ്പ് പറഞ്ഞു, ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്, എല്ലാം ആലോചനകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നാട്ടിലെ ഒരു ചെറിയ പ്രശ്നമായ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ പ്രശ്നം നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അജണ്ട വയ്ക്കുമ്പം അദ്ദേഹം ഞങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്? അപ്പോൾ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും റിപ്പോർട്ട് ഇവിടുന്ന് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഉന്നത നേതൃത്വം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിലാണ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നാണ് എനിക്ക് അറിയാനുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറഞ്ഞല്ലോ, തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുക. ഞാൻ ഈ തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഏതോ വലിയ ദൂരം അദ്ദേഹം ഒന്ന് അന്വേഷിക്കണം, ഞാൻ എവിടുന്നാണ് വന്നത്, സഹ കൗൺസിലർ എവിടുത്തുകാരനൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കടനാട് പഞ്ചായത്തിലും തലപ്പലം പഞ്ചായത്തിലും തൊട്ടടുത്ത തലപ്പലം പഞ്ചായത്തില് ഉന്നയിക്കാനുള്ള വേദിയായിട്ട് ഇത് ഉപയോഗിക്കുന്നെങ്കിൽ വളരെ വ്യക്തിപരമായ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. ഞാൻ എന്നെ ഒരു സംശയവുമില്ല. ഈ രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃഷിക്കാരൊക്കെയാണ് ഈ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വെയിലൊക്കെ വരുമ്പോൾ താങ്കൾ പാലായിൽ വരാനുള്ള സാഹചര്യവും എങ്ങനെയാണ് കാളപൂട്ടിയ രംഗത്ത് നിന്നും ഈ രംഗത്തേക്ക് വന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഞാൻ വളരെ വളരെ മര്യാദയ്ക്ക് പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളും അസത്യമായ കാര്യങ്ങളും പറഞ്ഞ് ചർച്ച മുമ്പോട്ട് പോകാനാണെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ മറുപടി തരാൻ സാധിക്കും. നാട്ടിലെ വ്യക്തികളല്ല, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, താങ്കളുടെ കുടുംബ പശ്ചാത്തലം, താങ്കൾ എങ്ങനെ ഈ മേഖലയിലേക്ക് വന്നു, എല്ലാം എല്ലാവർക്കും അറിയാം. ദയവ് ചെയ്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കഴിഞ്ഞ 6 മാസക്കാലം ഒരുമിച്ചിരുന്നു എന്ന ആ ഒരു പരിഗണനയിൽ പറയുന്നു. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തിലേക്ക് പോകരുത്. ഇടയ്ക്ക് തന്നെ പറയുന്നു, താങ്കളോട് ഇത് പറയുന്നു, താങ്കൾ ആവശ്യമില്ലാത്ത അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ താങ്കളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ താങ്കൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ, താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ, താങ്കൾ ഇവിടെ വരാനുള്ള സാഹചര്യം ഉൾപ്പെടെ, എന്തുകൊണ്ട് എങ്ങനെ പാലാ അരമനയുടെ ബിൽഡിംഗിൽ താങ്കൾക്ക് എങ്ങനെ മുറി കിട്ടിയെന്ന് ഉൾപ്പെടെ ഇവിടെ പറയേണ്ടി വരും. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്. വീണ്ടും അപേക്ഷയായിട്ട് തന്നെ പറയുന്നു. കേരള പോലീസിന് പരിശോധിക്കാം, പൊതുജനത്തിന് ഇത് മുഴുവൻ ഞങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. താങ്കൾക്ക് എങ്ങനെ അവിടെ ഒരു മുറി കിട്ടി, താങ്കൾ എങ്ങനെ പാലായിൽ വന്നു, താങ്കളുടെ പശ്ചാത്തലം എന്ത്, ഒരാളെ കൊണ്ട് പറയാവുന്നല്ലേ. ഞാൻ ഒന്നാം തരമായിട്ട് പാലാ മുനിസിപ്പാലിറ്റി എല്ലാ പശ്ചാത്തലവും അങ്ങനെ വേദി പറഞ്ഞു തരാൻ ഞാൻ ഒരുക്കുവാ. അങ്ങനെ ബിനു കൂടെ വെച്ചാൽ മതി, എന്റെ തലമുണ്ടല്ല. ചർച്ച നയിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വ്യക്തിപരമായ ആക്ഷേപം പറയാനുള്ള വേദിയാണോ രാഷ്ട്രീയ സംവാദത്തിനുള്ള വേദിയാണോ? കേട്ടോ, ഇത് വേണ്ട. ഞാൻ ശ്രീ ബിജു മാത്യൂസ് താങ്കൾ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ്, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുള്ള വേദിയല്ല. അത് ഞാനും വ്യക്തമാക്കുന്നു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളുടെ ഭാഗമായി 2 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കേസ് താങ്കൾക്കെതിരെയാണ്. അത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താങ്കൾ കയ്യാങ്കളി നടത്തി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്. രണ്ടാമത്തെ കേസ് ബിജു മാത്യൂസിനെതിരെയുള്ളതാണ്. അത് അദ്ദേഹം മോഷണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കേസുകളും വ്യക്തിപരമായി നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ വരുന്നത്. ആ ഭാഗം ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ബിനു പുളിക്കക്കണ്ടം, ഇപ്പൊ താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു UDF പിന്തുണ, അപ്പോൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് വ്യതിചലിച്ചു. ദയവ് ചെയ്ത് എനിക്കതിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാര്യമാണ്. എന്നോട് UDF ഉന്നത നേതൃത്വം ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം ഈ പറയുന്നതൊക്കെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഒരു കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത, അദ്ദേഹത്തിന് വിപ്പ് നൽകേണ്ട ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഇവിടെ. ആ നേതൃത്വം എന്നോട് ഒരു വാക്ക് പറയട്ടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ അകത്ത് വളരെ ക്ലിയർ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ബിനു പുളിക്കക്കണ്ടം, അതായത് നേരത്തെയുള്ള ധാരണ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ, ഒരു മിനിറ്റ്, നേരത്തെയുള്ള ധാരണ പ്രകാരമാണ് ശ്രീ ബിനു പുളിക്കക്കണ്ടം കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ വൈസ് ചെയർമാൻ പദവിയിലേക്ക് താങ്കൾ വരേണ്ടതല്ലേ? 27-ാം തീയതി വൈസ് ചെയർമാൻ പദവിയിലേക്ക് താങ്കൾ വരേണ്ടതല്ലേ? അങ്ങനെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? രണ്ട് വിഷയമാണുള്ളത്. ഞാൻ ഒരു കാര്യം വളരെ ചുരുക്കത്തിൽ പറയുന്നു. ഇവർ പറയുന്നു 6 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു സ്വതന്ത്ര വനിതാ കൗൺസിലറും, അതായത് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 3 സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 കൗൺസിലർമാരും, ജോസഫ് ഗ്രൂപ്പിലെ 3 കൗൺസിലർമാരും, KDPയിലെ ഒരു കൗൺസിലറും ഞങ്ങൾ ഒരേ അഭിപ്രായമുള്ളവരാണ്. ഇതിൻ്റെ അകത്ത് ഈ ഐക്യ ജനാധിപത്യ മുന്നണി UDF സംവിധാനത്തിൽ ഒരേ അഭിപ്രായമുള്ള ഞങ്ങൾ 7 പേര് ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വടംവലിയല്ല നടക്കുന്നത്. ഞാൻ ആ ഒരു വടംവലിയിലേക്കോ രാഷ്ട്രീയപരമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിനോ അല്ലെങ്കിൽ വിശ്വാസ പ്രമേയത്തിനോ കാര്യങ്ങളിലേക്കൊന്നും കടക്കണ്ട എന്ന് UDFിൻ്റെ നേതൃത്വത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന വ്യക്തിപരമായ ആക്ഷേപങ്ങളും വ്യക്തിപരമായ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അത് UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഏഴ് പേർ താങ്കളോടൊപ്പം നിൽക്കുന്നു എന്ന കണക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് വേണ്ടി വന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന വിവരമായിരിക്കും നിങ്ങൾ സ്വാഭാവികമായും UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാവുക. അല്ല, ഞാനത് ഇച്ചിരി വ്യക്തമായിട്ട് പറയാം. UDF സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഈ 7 പേർ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. UDFിനെ എന്നെ വേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ പിൻവലിക്കുകയോ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ അവർക്ക് ആവശ്യമില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ കൗൺസിലർമാരും KDPയുടെ കൗൺസിലറും UDF പക്ഷത്ത് നിൽക്കും. അതിൻ്റെ അകത്ത് തർക്കമില്ല. ഞാനിപ്പോഴും ഞങ്ങൾ 3 പേര് ഉൾപ്പെടുന്ന സ്വതന്ത്ര മുന്നണി UDFിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ 7 പേർ ഒരുമിച്ച് നിൽക്കുന്നു. UDFിന്റെ ഭാഗമല്ലാതായി തീരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടായാൽ ജോസഫ് ഗ്രൂപ്പിന്റെ കൗൺസിലും KDPയുടെ കൗൺസിലും UDF പക്ഷത്തല്ലേ നിൽക്കുകയുള്ളൂ. തടസ്സങ്ങളില്ലല്ലോ. തടസ്സമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അല്ല, അപ്പൊ പിന്നെ കേസുകൾ വളരെ തുറന്ന ചർച്ചയ്ക്ക് എന്ന് UDFിന്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അതായത് നഗരസഭാ ചെയർപേഴ്സന്റെ മുറിയിൽ നിന്ന് ഫയലും വാച്ചും മോഷണം പോയി എന്ന് നിങ്ങളോടൊപ്പം സഹ കൗൺസിലർ, ആ മുന്നണിയിലെ ഒരു കൗൺസിലർക്കെതിരെ കേസ് കൊടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ഇല്ല ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ എന്നാണ് താങ്കൾ പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. കേസിന്റെ വഴിക്ക് പോട്ടെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വേറെ രീതിയിലുമല്ല. പോലീസ് ആ കേസ് പരിശോധിക്കട്ടെ. അപ്പോൾ ഞാനൊരു തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. 14 കൗൺസിലർമാരും 12 കൗൺസിലർമാരും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ 14 പേർ ചെയർപേഴ്സന്റെ മുറിയിൽ പാർലമെന്ററി പാർട്ടി കൂടുന്നു. അതിലൊരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാകുന്നു. ആ തർക്കം വളരെ രൂക്ഷമായ തർക്കമില്ല. ആ തർക്കത്തിനിടയ്ക്ക് ഒരു കൗൺസിലർ ഇറങ്ങിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു, കയ്യേറ്റം നടന്നെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൗൺസിലർമാർ, അത് നിങ്ങൾ തന്നെ ഇപ്പോൾ ചർച്ചയെ സൂചിപ്പിച്ചു, കയ്യേറ്റം ചെയ്തു എന്ന് ആദ്യത്തെ ദിവസം വാർത്ത, എൻ്റെ സഹോദരൻ മർദ്ദിച്ചെന്ന്. പിറ്റേ ദിവസം കയ്യേറ്റ ശ്രമമായി. ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ ചർച്ചയിൽ അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞു, എന്നെ മർദ്ദിക്കാത്തതാണോ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്ന്. അപ്പോൾ നടക്കാത്ത ഒരു സംഭവം നടന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചു. ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, അസത്യമുണ്ട് എങ്കിൽ അവരാക്ഷേപം ഉന്നയിച്ചു. ഇത് പോലീസ് അന്വേഷിക്കട്ടെ എന്നേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ടോ UDFിൻ്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ടോ ഈ പ്രശ്നം ഇവിടെ തീരത്തില്ലല്ലോ. അതിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. അതായത് ഈ പ്രശ്നത്തിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നഗരസഭയിൽ കൂട്ടായ ആലോചന നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ചൂണ്ടിക്കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ബഹുമാനപ്പെട്ട കൗൺസിലോട് ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഈ 6 മാസക്കാലം കൗൺസിൽ കൂടിയപ്പോൾ ഒരു തവണയെങ്കിലും ആ കൗൺസിലിൻ്റെ അജണ്ട ചർച്ച ചെയ്യാതെ, പാർലമെൻ്ററി പാർട്ടി കൂടി ചർച്ച ചെയ്യാതെ കൗൺസിൽ കൂടിയിട്ടുണ്ടോ? അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ വേറെ അജണ്ട ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. നിങ്ങളിവിടെ സൂചിപ്പിച്ചു 6 മാസത്തിന് ശേഷം ഈ 26-ാം തീയതി ധാരണയനുസരിച്ച് ഞാൻ വൈസ് ചെയർമാനാകുന്നൊന്നും ധാരണയില്ല. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ധാരണയനുസരിച്ച് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കാണ് വൈസ് ചെയർമാൻ എന്ന് റിട്ടേൺ ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്. അതിൽ തർക്കമില്ല. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ UDF നേതൃത്വം പറഞ്ഞത് എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്, പരാതികളുണ്ട്, ഞങ്ങളത് മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നില്ല. അവർക്ക് ആക്ഷേപമുണ്ട്, പരാതിയുണ്ട്, അവർ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നു. ഈ വ്യത്യാസങ്ങൾ UDF നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ തുറന്നു പറയുന്നു. ഞങ്ങൾ 2 കാര്യം അടിവരയിട്ട് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFിൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിക്കട്ടെ.
അവർ ഒരു വാക്ക് പറയട്ടെ. ഞങ്ങളോട് പറയാൻ മടിയാണെങ്കിൽ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തോട് നിങ്ങളോട് പറയട്ടെ, ഇതാണ്ട് പിന്തുണ പിൻവലിച്ചു, ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയർപേഴ്സണും എൻ്റെ വീട്ടിൽ എൻ്റെ മോളാണല്ലോ, എൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്, നിങ്ങളുടെ ഈ മൈക്കിൻ്റെ മുമ്പിൽ ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് രാജിക്കത്തൊപ്പിടുക തയ്യാറാണ്. രണ്ടാമതൊരു വിഷയം ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ എന്ത് ഭരണ പ്രതിസന്ധി ഉണ്ടായാലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചാലും ഞങ്ങളുടെ വോട്ടിൻ്റെ പിന്മരത്താൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആരും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരത്തില്ല. അതുപോലെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുന്നണിയുടെ വോട്ട് വാങ്ങി ഞങ്ങൾ അല്ലെങ്കിൽ ചെയർപേഴ്സൺ തൽസ്ഥാനത്ത് തുടരത്തില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ വളരെ മാന്യമായിട്ട് ശ്രീ ജോസ് കെ മാണി വളരെ മാന്യമായിട്ട് പ്രതികരിച്ചത് UDFിൻ്റെ പ്രശ്നമാണ്. എന്നാൽ അവരുടെ ജില്ലാ പ്രസിഡന്റ് പ്രസ്താവന വെച്ചു ഞങ്ങൾ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയോ അവരുടെ പിന്തുണ സ്വീകരിക്കുകയോ ചെയ്യില്ലെന്ന്. അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇദ്ദേഹം ഈ പ്രസ്താവന ഇന്നലെ ഇറക്കുന്നതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകത്തില്ല. അതിൽ കാര്യവുമുണ്ട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, 6 മാസമെങ്കിൽ 6 മാസക്കാലം UDFിൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വം അവർ ഞങ്ങളോട് കാണിച്ച രാഷ്ട്രീയ മര്യാദ, ഞങ്ങളോട് കാണിച്ച സ്നേഹം, ഞങ്ങളോട് കാണിച്ച കരുതൽ, അതിൽ വളരെ നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും UDF എന്ന മുന്നണിയോടും. ആ UDFിൻ്റെ ഒരു പ്രവർത്തകരായി അല്ലെങ്കിൽ UDFിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിച്ച് വരുന്ന ഞങ്ങളോട് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പറയേണ്ടത് രാഷ്ട്രീയ പൊതുവേദിയിലും അല്ലെങ്കിൽ രാഷ്ട്രീയ കമ്മിറ്റികളിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അടുത്തല്ലേ. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായ വേറെ അജണ്ടകളുണ്ട്. ഇവർ ഇന്നലെ ഞാൻ പറഞ്ഞത് ചർച്ച UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുമായും നടത്തിയ ചർച്ചകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശ്രീ മാണി സി കാപ്പനും MLAയും ശ്രീ ഫ്രാൻസിസ് ജോർജ് MP മാത്രമല്ല, അതായത് UDFിൻ്റെ ജില്ലാ ചെയർമാനും മാത്രമല്ല, ഉന്നതരായ നേതാക്കന്മാർ അവർ ഞാൻ അങ്ങോട്ട് പോയി സമീപിച്ചതല്ല. ഒരു സമവായത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവർ മുൻകൈയെടുത്ത ഒരു മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഞാൻ പറയുന്നു. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബിജു മാത്യൂസ് ഉൾപ്പെടെയുള്ള UDFിൻ്റെ 14 കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഒരു വളരെ ആരോഗ്യകരമായിട്ടല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് UDFിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം അതോടൊപ്പം ഞങ്ങൾ നിൽക്കും, ഒരു തർക്കവുമില്ല. ശരി, ശ്രീ ബിജു മാത്യൂസ്, ഇപ്പോൾ ഒരു കാര്യം ശ്രീ ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കുന്നുണ്ട്. അതായത് മറ്റാരുടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയോടുകൂടി നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കില്ല, മറ്റൊരു രീതിയിലുള്ള പോക്കിനെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല UDF കോൺഗ്രസ് നേതൃത്വം അവർ സംസ്ഥാന ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഈ നിമിഷം രാജിവെച്ച് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നാണ്.